നിങ്ങളേത് രാജ്യത്ത് പോയാലും പ്രാർത്ഥന കുറയ്ക്കരുത് കേട്ടോ. കുടുംബ പ്രാർത്ഥന വേണം. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പുസ്തകം ബൈബിൾ ഒന്ന് ഉയർത്തി കാണിച്ചോ. വലിയ ബൈബിൾ കൊണ്ട് അമ്മ വന്നേ പ്രാശിറ്റിയോ മക്കളെ, രണ്ടുപേരും നല്ല ബൈബിൾ, വലിയ ബൈബിൾ ഒന്ന് ഉയർത്തിക്കേ. എൻ്റെ ക്യാമറാമാന്മാരെല്ലാം ഇങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്തേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അതിപ്രാധാന്യമായ നിമിഷത്തിൽ വിശുദ്ധ ബൈബിളുമായി കയറി വന്ന നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മക്കളെ, ഒരു വ്യക്തി പുസ്തകത്തെ താക്കരുത്. ഒരു വ്യക്തി ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ ഈ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ ഈ പുസ്തകം ഉയർത്തും. എൻ്റെ സകല ഉയർച്ചയ്ക്കും കാരണം ഞാൻ ഈ പുസ്തകം എടുത്താന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോട് സ്തോത്രം പറയും. ഇതിനേക്കാൾ അവിടെ എന്നാ വേണം നിങ്ങളുടെ കല്യാണത്തിന്? മക്കളെ, ഈ പുസ്തകം താത്തു വെക്കരുത്, വായിക്കണം. ഡോക്ടർ എഡ്വിൻ കോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈജിപ്തിലെ പിരമിഡിനേക്കാൾ നയനമനോഹരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കാൾ ഹാങ്ങിങ് ഗാർഡനേക്കാൾ മനോഹരമായൊരു കാഴ്ച ഈ ഭൂവിലുണ്ട്. അതൊരു പുരുഷൻ തൻ്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാ മോനെ. ഡോക്ടർ ജോയൽ, ഡോക്ടർ മെർലിൻ, ഈ മനോഹര കാഴ്ച എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണണം. ഈ വന്ന നിങ്ങൾ തീരുമാനമെടുത്ത് പോകണം. ശാപ്പാടടിച്ച് പോയാൽ പോരാ, ഇടിയപ്പെട്ട നിൻ്റെ യാഗപീഠം പണിയണം. മൂന്നാമത്തത് ചർച്ച് ഓൾട്ടറാണ്. നിങ്ങൾക്ക് വിരുന്നു പോകാനുള്ള ദിവസമല്ല ഞായറാഴ്ച. വിശുദ്ധ ദിവസത്തിൽ നിങ്ങളുടെ കാരാദികൾ നോക്കാതെ കാലടക്കി വെക്കണം. വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് എണ്ണണം. ഏതാണ്ട് 15 കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ആണെങ്കിൽ നിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നറിയാമോ? നീ യഹോവയിൽ പ്രമോദിക്കും, നിന്നെ ഉന്നതങ്ങളിൽ കയറി വാഹനം ഓടിക്കുമാറാക്കും, നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ നന്മ കൊണ്ട് ഞാൻ പോഷിപ്പിക്കും. അവിടെ തീർന്നില്ല, നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഇതാ ഞാൻ വരും നരളി ചെയ്യും. അവിടെയും തീർന്നില്ല, നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടക്കുന്നത് നിൻ്റെ തലമുറ കെട്ടിപ്പൊക്കും എന്ന് പറഞ്ഞാൽ, ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുത്താൽ നിൻ്റെ ആയുസ്സിൽ നിന്നെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നിൻ്റെ തലമുറയെ കൊണ്ട് സാധിക്കും. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിൻ്റെ തലമുറ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിൻ്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. ഇവിടെ വന്നിരിക്കുന്നവർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ പറ, എന്നെ കൊണ്ട് സാധിക്കാത്തത് ദൈവം എൻ്റെ തലമുറയെ കൊണ്ട് സാധിക്കും. എനിക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം എൻ്റെ തലമുറ അയക്കും. എനിക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ എൻ്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. നേരം സന്ധ്യയാകുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പാട്ടുപാടി പ്രാർത്ഥിക്കുമായിരുന്നു. നേരം വെളുക്കുമ്പോൾ 5 മണിക്ക് കുഞ്ഞുങ്ങളെ വിളിച്ച് പായിട്ട് ഇരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പിള്ളേരെ എല്ലാം വെള്ളം ഒഴിച്ച് വിളിക്കും. അത് യാക്കോബയോ CSയോ CMSയോ മർത്തോമയോ കത്തോലിക്ക വ്യത്യാസമില്ല. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. സന്ധ്യാരാധനയും പ്രഭാത പ്രാർത്ഥനകളും നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാരുടെ ഗാനം കേട്ട് പ്രാർത്ഥന കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടായിരുന്നു, പാട്ട് കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഉണർന്നത്. ഇന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാൻ പോവാ. നമ്മുടെ പിതാക്കന്മാർ പാടുന്ന അനേക പാട്ടുണ്ടായിരുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ പാടികേ. ആരുമേനി മനസത്തിൽ ആദി പൂണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ആമകേശ കരുണേശ പൊന്നുദാദാ നീയെനിക്കായി, ആമകേശ കരുണേശ പൊന്നുദാദാ നീയെനിക്കായി വേണ്ടതെല്ലാം ദയാ തോന്നി നൽകുമ്പോൾ എന്റെ ദേഹി വൃഥാ കലങ്ങുന്ന, എന്റെ ദേഹി വൃഥാ കലങ്ങുന്നത് എന്റെ ദൈവം. എന്റെ ദൈവം മഹത്വത്തിൽ അർഹനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ അർഹനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ചോണി തന്നിൽ പ്രവേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലും, ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലും. നമ്മൾ ഈ പാട്ട് പഠിച്ചത് വേഴ്സ് നല്ല സിയോൻ ഗീതാവലി നല്ല അപ്പനും അമ്മയും ഇരുന്ന് പാടി കേട്ട് പഠിച്ചവരാ കൈ ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞു. കണ്ടോ? ഞാനിന്ന് രാവിലെ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ കല്യാണത്തിന് വന്നവർ ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ടെന്ന് കൈപൊക്കിക്കേ. കണ്ടോണം, ഇന്ന് രാവിലെ കണ്ടോണം എത്ര പേരുണ്ട്? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ മക്കളോടുകൂടി ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചൊന്ന് കൈപൊക്കിക്കേ. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇപ്പം പറയും മക്കൾ വിടില്ലെന്ന്. മക്കളില്ല, അപ്പനും അമ്മ ഇരിപ്പുണ്ടോ?
ഞാൻ മിനിഞ്ഞാന്ന് ഇപ്പം ഇന്നലെ രാത്രി ഇതുകൊണ്ടാണ് ഓടി വരുന്നത്, പിച്ചി പ്രസംഗിച്ചിട്ട് വരിക. മിനിഞ്ഞാന്നൊരു ജനറൽ കൺവെൻഷൻ ഞാൻ ചോദിച്ചു. ഇന്ന് രാവിലെ